നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ടോപ്പിക്ക് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭാരതീയ ന്യായ സംഹിത എന്നറിയപ്പെടുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് വരാൻ പോകുന്ന മത്സര പരീക്ഷകളായിട്ടുള്ള സബ് ഇൻസ്പെക്ടർ, ഇനി നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന CPO, വുമൺ CPO, IRB തുടങ്ങിയിട്ടുള്ള മത്സര പരീക്ഷകളെല്ലാം വളരെ നിർണായകമായ ഒരു മാർക്കായിട്ട് മാറുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ അനുബന്ധ റിലേറ്റഡ് ഫാക്ട് കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ ക്ലാസ്സിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക. അതിനുശേഷം ഈ ക്ലാസ് നോട്ട്, ഈ പറയുന്ന വീഡിയോ ക്ലാസ്സിന്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസർ കൂട്ടായ്മയുടെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു പെയ്ഡ് വേർഷൻ അല്ല, സൗജന്യ ക്ലാസ് ആണ്. ഉഷാറായിട്ട് പഠിക്കുക, ഉറപ്പായും ജോലി നേടുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്നത് എപ്പോഴാണ്? ഡേറ്റ് സഹിതം പഠിക്കണം. 4 ഓപ്ഷൻ കൊടുത്തപ്പോൾ ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല. ഇതിന് ഉത്തരം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ആദ്യ ചോദ്യം നിങ്ങളുടെ ടാസ്ക് ആണ്. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഞാൻ പറയുന്നു, ഇപ്പൊ നിങ്ങൾ കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ഭാരതീയ ന്യായ സംഹിത 2023 നിയമം പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1. ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട അഡീഷണൽ പോയിന്റ് പഠിക്കുമ്പം ഒരു മുൻകാല വർഷ ചോദ്യങ്ങളെയൊക്കെ നമ്മൾ ക്രോഡീകരിച്ച് ഇതിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കണം. അതായത് വേറെ ഒന്നുമില്ല, ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് 1860കളിലാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം മെക്കാളെ പ്രഭുവിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്നത്. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം മെക്കാളെ പ്രഭുവിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്നു. ഈ ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നെന്ന അത് 1862 ജനുവരി 1 മുതലാണ് ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വരുന്നത്. അപ്പൊ ഇതിൽ പല പ്രധാനപ്പെട്ട മാറ്റങ്ങളും അനിവാര്യമാണ്. അങ്ങനെ മാറ്റങ്ങളെല്ലാം ഉൾപ്പെടുത്തി പുതിയ നിയമങ്ങൾ ആഡ് ചെയ്ത് എന്തു വരുന്നു? 2023 ഭാരതീയ ന്യായ സംഹിത നിലവിൽ വരുന്നു. ഓക്കെ, അപ്പൊ ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 74ാം വർഷത്തിലാണ് ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ BNS 2023 പാർലമെന്റ് കൊണ്ടുവരുന്നത്. അതുമായി ബന്ധപ്പെട്ട അനുബന്ധ തീയതികൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത 2023 ബില്ല് ലോക്സഭ ആ ബില്ല് പാസ്സാക്കുന്നത് 2023 ഡിസംബർ 20-നാണ് ലോക്സഭ പാസ്സാക്കുന്നത്. ഡിസംബർ 20. ഇനി തൊട്ടടുത്ത ദിവസം രാജ്യസഭ, അതായത് നമ്മൾ പറയുന്ന ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത് ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്, ഇത് മൂന്നുമാണല്ലോ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പാർലമെന്റ് കൺസിസ്റ്റ് ഓഫ് ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. അപ്പൊ ഇന്ത്യയുടെ ലോക്സഭയും ഇന്ത്യയുടെ രാജ്യസഭയും ഇന്ത്യയുടെ രാഷ്ട്രപതി സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്ന പ്രസിഡന്റും ചേരുന്നതാണ് ഈ പറയുന്ന പാർലമെന്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ലോക്സഭ ബില്ല് പാസ്സാക്കുന്നത് 2023 ഡിസംബർ 20-ഉം രാജ്യസഭ, ഇന്ത്യൻ പാർലമെന്റിന്റെ രാജ്യസഭ ഈ ബില്ല് അംഗീകാരം നൽകുന്നതെന്ന 2023 ഡിസംബർ 21. അപ്പൊ ലോക്സഭ 20, രാജ്യസഭ 21. അടുത്തത് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ആരാ? 2023 സമയത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണല്ലോ. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്ത് രണ്ടാമത്തെ വനിതാ പ്രാതിനിധ്യമാണല്ലോ രാഷ്ട്രപതി ദ്രൗപദി മുർമു. അപ്പൊ രാഷ്ട്രപതി ആയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 2023 ഡിസംബർ 25-ന്. ആരാ അംഗീകാരം കൊടുത്തത്? ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത 2023 നിയമം നിലവിൽ വന്ന എന്നാണ് ചോദിച്ചാൽ അത് 2024 ജൂലൈ 1. ഇത്രയും തീയതികൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ എഴുതാൻ പോകുന്ന ഏത് പരീക്ഷ ആയിക്കോട്ടെ ആ പരീക്ഷയിൽ നിർണായകമായ ഒരു ഫാക്റ്റ് ആയിട്ട് ഇത് മാറും. 2024 ജൂലൈ 1-നാണ് ഭാരതീയ ന്യായ സംഹിത നിയമം നിലവിൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു പ്രസ്താവന ചോദ്യം വന്നാൽ ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണ്. അപ്പൊ അവിടെ ഓപ്ഷനിൽ കൊടുക്കാം ജമ്മു കാശ്മീർ ഒഴികെ. അങ്ങനെ ഒന്നുമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. ഇപ്പോൾ ഉള്ള 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത
ബാധകമാണ് എന്ന വസ്തുത ഓർക്കണം. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത്രയും ഡേറ്റുകൾ ഒന്ന് റിവൈസ് ചെയ്യണേ. ഒന്ന് ഭാരതീയ ന്യായ സംഹിത 2023 ലോക്സഭ ബിൽ പാസ്സാക്കുന്നത്, ഈ ലോക്സഭ അതിന്റെ ബില്ല് പാസ്സാക്കുന്നത് 2023 ഡിസംബർ 20, രാജ്യസഭ പാസ്സാക്കുന്ന ഡിസംബർ 21, രാഷ്ട്രപതി അംഗീകാരം ലഭിക്കുന്നത് 2023, എല്ലാം ആ വർഷം തന്നെയാണ്. ഡിസംബർ 25-നാണ് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത്, നിയമം നിലവിൽ വന്ന അത് 2024 ജൂലൈ 1. വളരെ വളരെ പ്രധാനപ്പെട്ട വസ്തുത, ഭാരതീയ ന്യായ സംഹിത ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണ്. 28 സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഈ പറഞ്ഞ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എന്ത് ബാധകമാണ്? ഭാരതീയ ന്യായ സംഹിത 2023 നിയമം 2024 ജൂലൈ 1 നിലവിൽ വന്ന നിയമം എല്ലായിടത്തും ബാധകമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇത്രയും വസ്തുത ഒരു ബേസ് ആയിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇനി അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അപ്പൊ നിങ്ങൾ ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിതയുമായി ബന്ധപ്പെട്ട കണ്ടന്റ് എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുക. അതിലെ പ്രധാനപ്പെട്ട സെക്ഷൻ എന്തൊക്കെയാണ്, സബ്സെക്ഷൻ എന്തൊക്കെയാണ്, ക്ലോസ് എന്തൊക്കെയാണ്, സബ് ക്ലോസ് എന്തൊക്കെയാണെന്നെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അതിനോടൊപ്പം തന്നെ ഈ റിവിഷനും കൂടെ ആവുമ്പം അതങ്ങ് സെറ്റ് ആവും. ഒന്ന്, ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ, 2024 ജൂലൈ 1 മുതലാണ് ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വരുന്നത് ഇന്ത്യയിൽ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 2 വളരെ പ്രധാനപ്പെട്ടതാണ്. വകുപ്പ് 2 സബ്സെക്ഷൻ 4 എന്തിനെയാണ് നിർവചിക്കുന്നത്? അപ്പൊ നമ്മൾ പറയുമ്പം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ പറയുന്ന സെക്ഷൻ, സബ്സെക്ഷൻ, ക്ലോസ്, സബ് ക്ലോസ് ഇതൊക്കെ പറയുമ്പം വളരെ വ്യക്തമായി തന്നെ പഠിച്ചാൽ നമുക്ക് അവിടെ കൺഫ്യൂഷൻ വരത്തില്ല. അതായത് ഇപ്പൊ 2 എഴുതി, വകുപ്പ് 2 എന്ന് പറഞ്ഞാൽ അതിൽ മാറ്റമൊന്നുമില്ലല്ലോ. വകുപ്പ് 2, ഈ വകുപ്പ് 2-ന് ശേഷം ഒരു ബ്രാക്കറ്റിൽ 4 എന്ന് കൊടുത്താൽ ഈ വകുപ്പിന് ശേഷം എഴുതുന്നത്, അതായത് സെക്ഷൻ ശേഷം എഴുതുന്നത് സബ്സെക്ഷൻ ആയിരിക്കും. ഈ സബ്സെക്ഷനും ശേഷം എഴുതുന്നത് ക്ലോസ് ആയിരിക്കും. ക്ലോസിനും ശേഷം എഴുതുന്നത് സബ് ക്ലോസ് ആയിരിക്കും. ഇങ്ങനെയാണ് ആ എഴുത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന രീതി വരുന്നത്. അപ്പോൾ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 2 സബ്സെക്ഷൻ 4 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അത് കൗണ്ടർ ഫീറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്താ ഈ കൗണ്ടർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ? വേറെ ഒന്നുമില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത എന്നറിയപ്പെടുന്ന കണ്ടന്റ് നമ്മൾ പഠിക്കുമ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ് കൗണ്ടർ ഫീറ്റ്. വേറെ ഒന്നുമില്ല, ഏതെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ ഈ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു വസ്തു, അത് ഏതെങ്കിലും ഒരു വസ്തു ആയിക്കോട്ടെ, ആ ഒരു വസ്തുവിനെ അതിന്റെ യഥാർത്ഥ രൂപം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു വസ്തുവിന്റെ യഥാർത്ഥ രൂപം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ വ്യാജമായി അവതരിപ്പിക്കുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് കൗണ്ടർ ഫീറ്റ്. നമ്മൾ പറയും വ്യാജമായി അവതരിപ്പിക്കുന്നു. ഇപ്പൊ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 2 സബ്സെക്ഷൻ, വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ 2 സബ്സെക്ഷൻ 4 എന്തിനെയാണ് നിർവചിക്കുന്നത്? അത് കൗണ്ടർ ഫീറ്റിനെയാണ് നിർവചിക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ ധാരാളം അധ്യായങ്ങളുണ്ട്, ധാരാളം വകുപ്പുകളുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളും 358 വകുപ്പുകളുമുണ്ട്. ഈ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. 20 അധ്യായങ്ങളും 358 വകുപ്പുകളും ഉൾക്കൊള്ളുന്നതാണ് ഭാരതീയ ന്യായ സംഹിത. ഈ പറയുന്ന വകുപ്പുകളും ഈ പറയുന്ന അധ്യായങ്ങളും ഒന്ന് നോട്ട് ചെയ്തേക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ വിശദമാക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ അധ്യായം ഏതെന്ന് ചോദിച്ചാൽ അത് അധ്യായം 5 ആണ്. അപ്പൊ 20 അധ്യായങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ അധ്യായം എന്നറിയപ്പെടുന്നത് പ്രിലിമിനറി എന്നറിയപ്പെടുന്ന ഒരു പോർഷനാണ്. സെക്ഷൻ 1 അധ്യായം 1 എന്ന് പറയുന്നത് പ്രിലിമിനറി. അധ്യായം 2 എന്ന് പറയുന്നത് ശിക്ഷകളെ കുറിച്ച് പറയുന്ന, ശിക്ഷ 2 അക്ഷരമല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് വേണ്ടത് എന്താ? അധ്യായം 2 ശിക്ഷകളെ പറ്റി പറയുന്നു. അധ്യായം 1 എന്തിനെ പറ്റിയാണ് പറയുന്നത്? പ്രിലിമിനറിയെ പറ്റിയാണ് പറയുന്നത്. അധ്യായം 2 പറയുന്നത് ശിക്ഷകളെ പറ്റി പറയുന്നു. അധ്യായം 3 പറയുന്നത് ജനറൽ എക്സെപ്ഷൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജനറൽ എക്സെപ്ഷൻസ്. ഇനി അതിനകത്ത് തന്നെ എന്തുണ്ട്? ഓരോ വകുപ്പുകളുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ വിശദമാക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ അധ്യായം ഏതെന്ന് ചോദിച്ചാൽ അത് അധ്യായം 5 ആണ്. സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 63 മുതൽ
99 വരെയാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമങ്ങൾ വിശദമാക്കുന്ന സെക്ഷൻ ചോദിച്ചാൽ 63 മുതൽ 99 വരെ. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. നമ്മൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷ അത്രയേറെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ പഠിച്ച് മാറ്റുന്നതായതുകൊണ്ടാണ് ഞാൻ ഈ കണ്ടന്റ് പറയുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ഡോക്യുമെന്റ്, രേഖ. നമുക്കറിയാം, രേഖ അല്ലെങ്കിൽ ഡോക്യുമെന്റ് നിർവചിച്ചിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ വകുപ്പ് സെക്ഷൻ 2 സബ്സെക്ഷൻ 8 ആണ് രേഖ അല്ലെങ്കിൽ ഡോക്യുമെന്റിനെ പറ്റി പറയുന്നത്. ഓർക്കാൻ വേണ്ടി വേറെ ഒന്നും ആലോചിക്കേണ്ട. ഡോക്യുമെന്റ് 2 സബ്സെക്ഷൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 8 ആണ് ഡോക്യുമെന്റിനെ പറ്റി പറയുന്നത്. അപ്പൊ എന്താണ് ഡോക്യുമെന്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഏതെങ്കിലും കത്തുകളായിക്കോട്ടെ, അക്കങ്ങളായിക്കോട്ടെ, ഈ പറയുന്ന, അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ പവർ ഓഫ് അറ്റോർണി എന്താണെന്ന് ചോദിച്ചാൽ അതൊരു ഡോക്യുമെന്റാ. അപ്പൊ രേഖ അല്ലെങ്കിൽ ഡോക്യുമെന്റിനെ പറ്റി നിർവചിച്ചിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് ചോദിച്ചാൽ അത് വകുപ്പ് 2 സബ്സെക്ഷൻ അല്ലെങ്കിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 8 ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ ഇമ്പോർട്ടൻ്റാ. അപ്പൊ ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്ന് എന്നാണെന്നൊന്ന് റിവൈസ് ചെയ്തേ. 2024 ജൂലൈ 1 മുതൽ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 2 സബ്സെക്ഷൻ സെക്ഷൻ 2 സബ്സെക്ഷൻ 4 എന്തിനെയാണ് നിർവചിക്കുന്നത്? കൗണ്ടർ ഫീറ്റിനെ പറ്റി നിർവചിക്കുന്നു. കൗണ്ടർ ഫീറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വിശദമാക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ അധ്യായം 5 ആണ്, അധ്യായം 5. അപ്പൊ ആകെ അധ്യായങ്ങൾ എത്രയാ? ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളുണ്ട്, 358 വകുപ്പുകളുണ്ട്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത്, ഒരു കുറ്റവാളിയെയോ കുറ്റം ചെയ്തതായി സംശയിക്കുന്ന വ്യക്തിയെയോ സഹായിക്കുന്ന കുറ്റകൃത്യത്തിനെ അറിയപ്പെടുന്ന പേര് ഹാർബറിംഗ് എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണേ. ഒരു കുറ്റവാളി, ഇപ്പൊ ഞാനൊരു കുറ്റവാളിയാണ്, അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തതായിട്ട് സംശയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ സഹായിക്കുന്നു, എനിക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം തരുന്നു, എനിക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം തരുന്നു, എനിക്ക് ആവശ്യമായിട്ടുള്ള പണം തരുന്നു, എനിക്ക് ആവശ്യമായിട്ടുള്ള ആയുധങ്ങൾ തരുന്നു, എനിക്ക് ആവശ്യമായിട്ടുള്ള എന്തുമായിക്കോട്ടെ താമസ സൗകര്യം തരുന്നു എങ്കിൽ ആ ഒരു ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ വേണ്ടി ഞാനെന്ന കുറ്റവാളിയെ അല്ലെങ്കിൽ സംശയിക്കുന്നു, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ, കുറ്റം ചെയ്തതായിട്ട് സംശയിക്കുന്ന വ്യക്തിയാ, എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്, എൻ്റെ ഏതെങ്കിലും സഹോദരങ്ങൾ എന്ത് ചെയ്യുന്നു? എനിക്ക് ഭക്ഷണം തരുന്നു, എനിക്ക് താമസ സൗകര്യം തരുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പണം തരുന്നു, വെള്ളം തരുന്നു, വസ്ത്രം തരുന്നു, പണം തരുന്നു, ആയുധങ്ങൾ തരുന്നു, ഏറ്റവും പ്രധാനപ്പെട്ടത് യാത്രാ സൗകര്യം ഒരുക്കി തരുന്നു, ദെൻ സ്ഫോടക വസ്തുക്കൾ, ഇതൊക്കെ തരുവാണെങ്കിൽ ആ ചെയ്യുന്ന കുറ്റകൃത്യത്തിനെ നമുക്ക് തരുന്ന സഹായമാണ്. അപ്പൊ ഞാനൊരു കുറ്റവാളിയാണ് എങ്കിൽ ആ സഹായത്തിനെ അറിയപ്പെടുന്ന പേര് ഹാർബറിംഗ് എന്നാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. അടുത്തത്, ഭാരതീയ ന്യായ സംഹിതയിലെ 14 മുതൽ 44 വരെയുള്ള വകുപ്പുകൾ എന്തിനെയാണ് വിശദീകരിക്കുന്നത്? 14 മുതൽ 44 വരെയുള്ള വകുപ്പുകൾ വിശദീകരിക്കുന്നത് അല്ലെങ്കിൽ വിശദീകരിക്കുന്നത് ജനറൽ എക്സെപ്ഷൻസ് ആണ്. അപ്പൊ ജനറൽ എക്സെപ്ഷൻസ് എത്രാം അധ്യായമാണ് എന്ന് പറഞ്ഞേ? ജനറൽ എക്സെപ്ഷൻസ് നാം പറഞ്ഞതാണ്. ജനറൽ എക്സെപ്ഷൻസ് 3-ാം അധ്യായം. അപ്പൊ 1-ാം അധ്യായം എന്താ? 1-ാം അധ്യായം പ്രിലിമിനറി ആണ്. 2-ാം അധ്യായം 2 ശിക്ഷ, 2 എന്ന് പറഞ്ഞാൽ ശിക്ഷയെ പറ്റി പറയുന്നു. 3 പറയുന്നത് ജനറൽ എക്സെപ്ഷൻ ആണ്. 5 എന്തിനെ പറ്റിയാ പറയുന്നത്? 5 സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള അതിക്രമങ്ങളെ പറ്റിയാണ് 5 പറയുന്നത്. അപ്പൊ ഇവിടെ ഭാരതീയ ന്യായ സംഹിതയിലെ 14 മുതൽ 44 വരെയുള്ള വകുപ്പുകൾ ജനറൽ എക്സെപ്ഷൻസിനെ പറ്റി പറയുന്നു. ആ ജനറൽ എക്സെപ്ഷൻസിനെ പറ്റി പറയുന്ന അധ്യായം ചോദിച്ചാൽ അധ്യായം 3. അടുത്തത്, ഭാരതീയ ന്യായ സംഹിത പ്രകാരം പുതിയതായി കൂട്ടിച്ചേർത്ത ശിക്ഷാരീതി ഏതാണ്? അത് സാമൂഹിക സേവനമാണ്. അപ്പൊ നേരത്തെ സാമൂഹിക സേവനം നമ്മൾ ഈ പറയുന്ന IPC എടുത്തോ, ഈ പറയുന്ന 1860 കേസ് നമ്മൾ പറഞ്ഞു, മെക്കാളെ പ്രഭുവിനെ പറ്റി പറഞ്ഞു, 1862 ആ നിയമം നിലവിൽ വന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന സാമൂഹിക സേവനം എന്നറിയപ്പെടുന്ന ഒരു ശിക്ഷാരീതി ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം പുതിയതായി കൂട്ടിച്ചേർത്ത ശിക്ഷാരീതി ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അത് സാമൂഹിക സേവനമാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത്, വകുപ്പ് 2 അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 28 എന്തിനെ നിർവചിക്കുന്നു? പൊതു ഉദ്യോഗസ്ഥൻ, നമ്മൾ എല്ലാവരും പറയുന്ന പബ്ലിക് സർവന്റിനെ പറ്റി നിർവചിക്കുന്ന, പബ്ലിക് സർവന്റ് എന്താണ് എന്ന ഡെഫിനിഷൻ തരുന്ന ആ സെക്ഷൻ, വകുപ്പ്, ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് അല്ലെങ്കിൽ സെക്ഷനാണ് വകുപ്പ് 2 സബ്സെക്ഷൻ 28. എന്തിനെയാണ് നിർവചിക്കുന്നത്? അത് പൊതു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പബ്ലിക് സർവന്റിനെയാണ്
നിർവചിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അപ്പൊ ഈ പറയുന്ന എന്താണ് പൊതു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ എന്താണ് പബ്ലിക് സർവന്റ് എന്നതൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. അതൊക്കെ ആ പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ ഒന്ന് പഠിക്കണം. അതിന്റെ കൂടി സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 2 അല്ലെങ്കിൽ വകുപ്പ് 2 സബ്സെക്ഷൻ 28 എന്ന് പറഞ്ഞാൽ പൊതു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പബ്ലിക് സർവന്റിനെ പറ്റിയാണ്. അല്ലെങ്കിൽ പബ്ലിക് സർവന്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു പൊതു ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ഏതൊക്കെ ഡെസിഗ്നേഷൻ ഉള്ളവരാണ് എന്ന് നിർവചിക്കുന്ന എന്ന ഡെഫിനിഷൻ തരുന്നതാണ് വകുപ്പ് 2 സബ്സെക്ഷൻ 28. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഇനി നമ്മളെ പരീക്ഷകളിൽ കയറുന്ന സമയത്ത് കുഴപ്പിക്കുന്ന ഒരു വസ്തുതയാണ് കുട്ടി എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത് ആരാണ്. നിങ്ങൾ സിവിൽ എക്സൈസ് ഓഫീസർ ആയിക്കോട്ടെ മറ്റു യൂണിഫോം തസ്തികയിലുള്ള പരീക്ഷയിലൊക്കെ പഠിച്ചു കാണും. കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ളവരെ അറിയപ്പെടുന്ന പേരാണല്ലോ കുട്ടി. നമ്മൾ പോക്സോ നിയമത്തെ പറ്റിയൊക്കെ പറയാറുണ്ടല്ലേ. അപ്പൊ കുട്ടി എന്ന് പറഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടി എന്നതിന് നിർവചനത്തിൽ ഉൾപ്പെടുന്നത്. ഇനി നമുക്ക് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് കണ്ടന്റ് ഉണ്ട്. ഈ പറയുന്ന കുഴപ്പിക്കുന്ന കൺഫ്യൂസിങ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ, ഒന്ന്, കുട്ടി എന്നതിന് നിർവചനത്തിൽ ഉൾപ്പെടുന്നത് 18 വയസ്സിൽ താഴെയുള്ളവരാണ്. സമ്മതിച്ചല്ലോ. ഇനി അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ കുഴപ്പിക്കുന്ന വസ്തുതകൾ പറയാം. 20ാം വകുപ്പിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. 20ാം വകുപ്പ് എത്ര വയസ്സുവരെയുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങൾക്കാണ് പൂർണ്ണമായും ഇളവ് നൽകുന്നത്. അതായത് 7 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങൾ പൂർണ്ണമായിട്ടും അവർക്ക് എന്ത് കൊടുക്കുന്നു, ഇളവ് നൽകുന്നു. അപ്പൊ 7 വയസ്സിൽ താഴെയുള്ള ഒരു കുഞ്ഞ് ഒരു കൃത്യം ചെയ്താൽ അത് കുറ്റകൃത്യമാണെന്ന് ചോദിച്ചാൽ അതിലൊരു ഇളവുണ്ട്. ആ കുഞ്ഞ് ചെയ്യുന്നത് എന്തല്ല, കൃത്യങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഇളവ് നൽകുന്നു. 20ാം വകുപ്പാണ്. അപ്പൊ 20ാം വകുപ്പ് എത്ര വയസ്സുവരെയുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങൾക്ക് ആ പൂർണ്ണമായിട്ടും ഇളവ് നൽകുന്നതെന്ന് ചോദിച്ചാൽ 7 വയസ്സിൽ താഴെയുള്ളവർ. അടുത്തത് 28ാം വകുപ്പ് പറയുന്ന ഒരു ടേം ഉണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 28ാം വകുപ്പ് എത്ര വയസ്സുവരെയുള്ള കുട്ടികളുടെ സമ്മതമാണ് നിയമമല്ലെന്ന് പറയുന്നത്. വളരെ നിയമപരം അല്ല. ഇപ്പൊ ഒരു കുഞ്ഞ് പറയുന്ന ഒരു മൊഴി നിയമപരം അല്ലെന്ന് പറയുന്നത് 12 വയസ്സ്, വളരെ പ്രധാനപ്പെട്ടതാണ്. 12 വയസ്സുവരെയുള്ള കുട്ടികളുടെ സമ്മതം, അതായത് ആ കുഞ്ഞുങ്ങൾ പറയുന്ന കൺസെന്റ് എന്തല്ല, നിയമപരമല്ലെന്ന് പറയുന്നു. ആർട്ടിക്കിൾ ഏതാ, സെക്ഷൻ ഏതാ, സെക്ഷൻ 28. 12 വയസ്സ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ കുട്ടി എന്നതിന് നിർവചനത്തിൽ ഉൾപ്പെടുന്നത് 18 വയസ്സിൽ താഴെയുള്ളവർ. 20ാം വകുപ്പ് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് പൂർണ്ണമായിട്ടും ഇളവ് നൽകുന്നത്, 7 വയസ്സിൽ താഴെയുള്ളവർ ചെയ്യുന്നതാണ് പൂർണ്ണമായിട്ടും ഇളവ് നൽകുന്നത്. ദെൻ 28ാം വകുപ്പ് പ്രകാരം എത്ര വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമ്മതമാണ് നിയമപരം അല്ലെന്ന് പറയുന്നത്, 12 വയസ്സ് വരെ. ഇത്രയും കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കണ്ടന്റ് ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. ആദ്യം നമ്മൾ പറഞ്ഞത് ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്നത് എന്ന എൻ്റെ കൂടെ പറഞ്ഞ് റിവൈസ് ചെയ്യും. നിങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ആ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റിവൈസ് ചെയ്യുകയാണ്. ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1 വളരെ ഇമ്പോർട്ടൻറ്റ്. ദെൻ ഭാരതീയ ന്യായ സംഹിതയെ പറ്റി 2023 ഭാരതീയ ന്യായ സംഹിത നിയമത്തെ പറ്റി പറയുമ്പോൾ 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം മെക്കാളെ പ്രഭുവിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു. 1862 ജനുവരി 1 മുതൽ ഈ പറഞ്ഞ ഭാരതീയ ന്യായ സംഹിതയല്ല, മറിച്ച് ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നു. ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ 74ാം വർഷത്തിൽ ഈ പറയുന്ന ഭാരതീയ ന്യായ സംഹിത അല്ലെന്നറിയപ്പെടുന്ന BNS 2023 നിയമം പാർലമെന്റ് കൊണ്ടുവരുന്നു. പാർലമെന്റ് എന്ന് പറഞ്ഞാൽ ലോക്സഭ, രാജ്യസഭ, പ്രസിഡന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ടോപ്പിക്കൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിനോടൊപ്പം തന്നെ ഇതും കൂടെ റിവൈസ് ചെയ്ത് പോകണം. ദെൻ ഭാരതീയ ന്യായ സംഹിത 2023 പറ്റി പറയുമ്പം ലോക്സഭ ബില്ല് പാസ്സാക്കുന്നത് 2023 ഡിസംബർ 20-നാണ്. രാജ്യസഭ ബില്ല് പാസ്സാക്കുന്നത് 2023 ഡിസംബർ 21-ന്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നത് 2023 ഡിസംബർ 25-ന്. നിയമം നിലവിൽ വരുന്ന 2024 ജൂലൈ 1. ഭാരതീയ ന്യായ സംഹിത ഇന്ത്യയിൽ എല്ലായിടത്തും ബാധകമാണ്. അതിനകത്ത് ജമ്മു കാശ്മീർ എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന കേരളമെന്നോ തമിഴ്നാടെന്നോ ഒരു മാറ്റവും ഇല്ല. എല്ലാ സംസ്ഥാനങ്ങളും എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും എല്ലാ യൂണിയൻ ടെറിട്ടറി, അത് ഡൽഹി എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശമായിക്കോട്ടെ, ഈ പറയുന്ന ദേശീയ തലസ്ഥാനമായിക്കോട്ടെ, എല്ലായിടത്തും ഭാരതീയ ന്യായ സംഹിത ഒരേപോലെയാണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ ഭാരതീയ ന്യായ സംഹിത പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 2 അല്ലെങ്കിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 4 എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നിർവചിക്കുന്നത് കൗണ്ടർ ഫീറ്റിനെ പറ്റിയാണ് നിർവചിക്കുന്നത്. എന്താണ് കൗണ്ടർ ഫീറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് ഏതെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വസ്തുവിനെ അതിൻ്റെ യഥാർത്ഥ രൂപം പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ വ്യാജമായിട്ട് അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ കൗണ്ടർ ഫീറ്റ് എന്ന് പറയുന്നത്. ദെൻ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങൾ
വിശദമാക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ അധ്യായം 5 ആകെ അധ്യായങ്ങളുടെ എണ്ണം ഭാരതീയ ന്യായ സംഹിതയിലെ ആകെ അധ്യായങ്ങളുടെ എണ്ണം 20 അധ്യായങ്ങളുണ്ട്, 358 വകുപ്പുകളുണ്ട്. അതിൽ ഒന്നാമത്തെ അധ്യായം പറയുന്നത് പ്രിലിമിനറിയെ പറ്റിയാണ്, രണ്ടാമത്തെ അധ്യായം പറയുന്നത് ശിക്ഷകളെ പറ്റിയാണ്, മൂന്നാമത്തെ അധ്യായം പറയുന്നത് ജനറൽ എക്സെപ്ഷനെ പറ്റിയാണ്, അഞ്ചാമത്തെ അധ്യായം പറയുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമങ്ങളെ പറ്റിയാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. ദെൻ രേഖ അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്നറിയപ്പെടുന്ന ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് നിർവചിച്ചിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 2 സബ്സെക്ഷൻ അല്ലെങ്കിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 8 അടുത്തത് ഒരു കുറ്റവാളിയോ കുറ്റം ചെയ്തതായിട്ട് സംശയിക്കുന്ന ഒരു വ്യക്തിയോ സഹായിക്കുന്ന കുറ്റകൃത്യത്തിനെ അറിയപ്പെടുന്ന പേര് ഹാർബറിംഗ് എന്നാണ്. ഭാരതീയ ന്യായ സംഹിതയിലെ 14 മുതൽ 44 വരെയുള്ള വകുപ്പുകൾ എന്തിനെയാ വിശദീകരിക്കുന്നത്? അതായത് ജനറൽ എക്സെപ്ഷൻ 3-ാം അധ്യായം. ഭാരതീയ ന്യായ സംഹിത പ്രകാരം പുതുതായി കൂട്ടിച്ചേർത്ത ശിക്ഷാരീതി എന്ന് പറഞ്ഞാൽ അത് സാമൂഹിക സേവനമാണ്. വകുപ്പ് 2 അല്ലെങ്കിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 28 എന്തിനെയാണ് നിർവചിക്കുന്നത്? ഒരു പൊതു ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ പബ്ലിക് സർവന്റ് ആരാണ്? ഈ പറയുന്ന ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയിലെ ഉദ്യോഗസ്ഥരെ ഈ പറയുന്ന പബ്ലിക് സർവൻ്റ് ആയിട്ട് പറയുന്നു. കോടതിയിലെ എല്ലാ ഉദ്യോഗസ്ഥരെയും നമ്മൾ ഈ പറയുന്ന പബ്ലിക് സർവൻ്റ് ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയെല്ലാം ഈ പറയുന്ന ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഡ്യൂട്ടീസ് കൊടുത്തേക്കുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ ഓതറൈസേഷൻ കൊടുത്തേക്കുന്ന ഏതൊരു വ്യക്തിയെ നമ്മൾ എന്ത് പറയും? പബ്ലിക് സർവൻ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പൊതു ഉദ്യോഗസ്ഥൻ എന്ന് പറയാം. അടുത്തത് കുട്ടി എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത് 18 വയസ്സിൽ താഴെയുള്ളവരെയാണ്. അതാണ് കുട്ടി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോക്സോ നിയമപ്രകാരം ഭാരതീയ ന്യായ സംഹിത നിയമപ്രകാരം കുട്ടി എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത് 18 വയസ്സിൽ താഴെയുള്ളവരാണ്. ഈ പറയുന്ന കൺഫ്യൂസിങ് ഫാക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ കുഴപ്പിച്ച് കളയും. പരീക്ഷകളിൽ കയറുന്ന സമയത്ത് തിരിയരുത്. കുട്ടി എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നത് 18 വയസ്സിൽ താഴെയുള്ളവർ. ദെൻ 20-ാം വകുപ്പ് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങളാണ് പൂർണ്ണമായിട്ടും ഇളവ് നൽകുന്നതെന്ന് ചോദിച്ചാൽ 7 വയസ്സിൽ താഴെയുള്ളവർ. ദെൻ 28-ാം വകുപ്പ് എത്ര വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമ്മതമാണ്, കൺസെന്റ് ആണ്, നിയമപരമല്ലെന്ന് പറയുന്നത് 12 വയസ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത്. പറഞ്ഞല്ലോ, ഈ വീഡിയോ ക്ലാസ്സിൻ്റെ PDF നോട്ട് PSC ഇൻഫ്ലുവൻസറിൻ്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഫ്രീ ക്ലാസ്സും ഫ്രീ മെറ്റീരിയൽസും കൊടുക്കുന്ന ഒരു ടെലഗ്രാം ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.